മാർത്ത, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തുകൊണ്ട് നമ്മൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം അറിയണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് കേരള ചരിത്രത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. അപ്പം ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, നീ അതിന് ഉത്തരം നൽകും. എന്നിട്ട് നമ്മൾ അതിൻ്റെയോടൊപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് വിവരങ്ങളോട് പങ്കിട്ട് നമ്മളിതൊരു നമുക്ക് ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഏതാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1957. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, വർഷമാണ്. രണ്ടാമത്തെ ചോദ്യം, അന്ന് എത്ര സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളതാണ്. 114. അതോ 126 ആണോ? 114. 126 പേരാണ് നിയമസഭയിലേക്ക് പോയത്. നീ പറയുന്നത് 114 അപ്പോൾ ജസ്റ്റ് എന്നറിയാൻ വേണ്ടിയാ, ഇപ്പോഴത്തെ നിയമസഭയിൽ എത്ര പേരാ തെരഞ്ഞെടുപ്പ് പോകുന്നത്? ഇന്നിപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എത്ര MLA തെരഞ്ഞെടുക്കപ്പെടും? 140. നീ അന്ന് 114, പക്ഷെ ഞാൻ പറയുന്നു 126 പേര് പോയത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ദ്വയാംഗ മണ്ഡലം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതെന്തിനു വേണ്ടി ദ്വയാംഗ മണ്ഡലം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡബിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് അതെന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ്, അത് ഉദ്ദേശിച്ചാണ് ഈ രീതി കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് ആ രീതി ഇല്ല. ഇന്ന് അതിന് പകരം എങ്ങനെയാണ്, നമുക്ക് നിയോജക മണ്ഡലങ്ങള് പട്ടികജാതി നിയോജക മണ്ഡലം അങ്ങനെ റിസർവ് ചെയ്തേക്കുകയാണ്. അപ്പൊ അവിടെ സ്ഥാനാർത്ഥി അവിടെ ഈ പട്ടികജാതി വർഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായി, പട്ടികജാതി എന്നുള്ള അങ്ങനെ ആയിരിക്കും, ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ളതായിരിക്കും അവിടെ നിന്ന് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥിയും. അപ്പം അവരിൽ നിന്ന് മാത്രമേ പ്രാതിനിധ്യം. പക്ഷേ ആദ്യത്തെ ഇലക്ഷൻ അങ്ങനെയല്ലായിരുന്നു. അവിടെ ചില മണ്ഡലങ്ങളിൽ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട്. ചില മണ്ഡലങ്ങളിൽ അങ്ങനെ 12 മണ്ഡലങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ദേവികുളമാണ്. അത് മനസ്സിലിരിക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ഈ നിയമസഭയിലെ ആദ്യത്തെ കേരള നിയമസഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ ചോദ്യം, ഈ നിയമസഭയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ആര് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി തന്നെയായിരുന്നു ആദ്യ പ്രോട്ടേം സ്പീക്കർ. അപ്പോൾ റോസമ്മ പുന്നൂസാണ് ആദ്യത്തെ പ്രോട്ടേം സ്പീക്കർ. പ്രോട്ടേം സ്പീക്കറാണ് ബാക്കിയുള്ള MLA-മാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള MLA-മാരെല്ലാം ജയിച്ചവരെല്ലാം MLA-മാരായി, നിയമസഭാ അംഗങ്ങളായി. അത് ചോദ്യമെന്ന് പറയുന്നത്, റോസമ്മ പുന്നൂസിൻ്റെ അത്രയും തന്നെ കേരള രാഷ്ട്രീയത്തിൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരുന്നു പുള്ളിക്കാരിയുടെ സഹോദരി. അതാരാണ്? സമയമില്ല, അതുകൊണ്ടാണ്. അക്കമ്മ ചെറിയാനാണ് റോസമ്മ പുന്നൂസിന്. ഇനിയും അടുത്തത് വീണ്ടും ഒരു കണക്ഷൻ. റോസമ്മ പുന്നൂസിൻ്റെ കല്യാണം കഴിച്ചത് മറ്റൊരു പ്രശസ്തനായ രാഷ്ട്രീയക്കാരനെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയാമോ? വിത്ത് ഇനീഷ്യൽ പറയണം. ഇല്ല, അറിയില്ല. PT പുന്നൂസാണ്. PT പുന്നൂസ്. ഇനി അടുത്തൊരു ചോദ്യം, റോസമ്മ പുന്നൂസും PT പുന്നൂസും ഒരേ വർഷം 2 തെരഞ്ഞെടുപ്പുകൾ ഓരോ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു പോയി. PT പുന്നൂസ് ജയിച്ച തെരഞ്ഞെടുപ്പ് ഏത്? റോസമ്മ പുന്നൂസ് ജയിച്ച തെരഞ്ഞെടുപ്പ് ഏത്? രണ്ടും 1957. എന്തോ ഈ പറയുന്നത്? PT പുന്നൂസ് ലോകസഭയിലേക്കും റോസമ്മ പുന്നൂസ് നിയമസഭയിലേക്കും പോയി 1957. ഇതെല്ലാം കഴിഞ്ഞ് റോസമ്മ പുന്നൂസിനുള്ള മറ്റൊരു ഒരു റെക്കോർഡാണ് ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ച വ്യക്തി. അങ്ങനെ ആ ഉപതെരഞ്ഞെടുപ്പിലും അവർ ദേവികുളത്തുനിന്ന് തന്നെ ജയിച്ച് സ്വന്തം സീറ്റ് നിലർത്തിയ ആദ്യ വ്യക്തിയാണ് റോസമ്മ പുന്നൂസ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, കേരള നിയമസഭയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് റോസമ്മ പുന്നൂസാന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം, കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ഉമേഷ് റാവു ആണ്. പുള്ളിയുടെ മണ്ഡലം ഏതാണ്? മഞ്ചേശ്വരമാണ് പുള്ളിയുടെ മണ്ഡലം. 2 ഉത്തരവും ശരിയാണ്.
ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ പുള്ളി നമ്മുടെ ഇതെന്താണ് പറയുക, പത്രിക സമർപ്പിച്ചെങ്കിലും പുള്ളിയുടെ എതിരാളികളെല്ലാം പത്രിക പിൻവലിക്കുകയായിരുന്നു. അങ്ങനെ പുള്ളി എതിരില്ലാതെ ജയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി ആദ്യം. അപ്പം അത് എന്തോന്ന് വെച്ചാൽ ഇവിടെ എന്തോ സംഭവിക്കുന്നത്, മണ്ഡലങ്ങളിൽ നിന്ന് 2 പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. ഒന്ന് ജനറൽ വിഭാഗത്തിൽ നിന്നും, അതായത് റിസർവേഷൻ ഇല്ലാത്തതും, ഒന്ന് സംവരണ വിഭാഗത്തിൽ നിന്നും. വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരാൾക്ക് 2 വോട്ട് രേഖപ്പെടുത്താം. പക്ഷേ ഒരേ സ്ഥാനാർത്ഥിക്ക് തന്നെ 2 വോട്ട് നൽകാൻ പാടില്ല. ഓരോ സ്ഥാനാർത്ഥിക്കും പ്രത്യേക പെട്ടികളാണ് വെച്ചിരിക്കുന്നത്. അതായത് 8 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ 8 പെട്ടികൾ. ഇന്ന് നമ്മളിപ്പം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇന്ന് വോട്ട് ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ EVM-ൽ വോട്ടിംഗ് മെഷീനിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും പേരിങ്ങനെ വെച്ചേക്കുക. അപ്പം ഞാൻ സൈഡിലുള്ള ബട്ടണിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. EVM വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, നമുക്കൊരു സ്ലിപ്പ് തരും. നമ്മൾ സ്ലിപ്പിനകത്ത് നമ്മൾ ഏതാ വേണ്ടതെന്നുള്ളത് നമ്മൾ സീലടിക്കും. എന്നിട്ട് നമ്മൾ അത് മടക്കി എല്ലാവരും ഇടുന്ന ഒരു പെട്ടിയുണ്ട് ഒരു ബൂത്തിൽ, അതിനകത്ത് ഇടുന്നു. അതായത് പോളിംഗ് ബൂത്തിൽ പോയിട്ട് ഇങ്ങനെ സീലടിച്ച് രഹസ്യമായി സീലടിച്ചിട്ട് നമ്മളത് മടക്കി നമ്മളൊരു പെട്ടിക്കകത്തിടും. അതായിരുന്നു EVM വരുന്നതിന് മുമ്പ്. പക്ഷെ ഇപ്പം നമ്മൾ പറയുന്നത് ഓരോ സ്ഥാനാർത്ഥിക്കും പ്രത്യേക പെട്ടിയാണ് ആദ്യത്തെ ഇലക്ഷനിൽ. ഓക്കെ, അപ്പം അങ്ങനെയാണ് അന്ന് ചെയ്തിരുന്നത്. ഓരോ സ്ഥാനാർത്ഥിക്കും പ്രത്യേക പെട്ടികളാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഇലക്ഷനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മുന്നണി രാഷ്ട്രീയമാണ്. അപ്പോൾ ഇന്ത്യ ഒട്ടാകെ കേരളത്തിന് ഒരു പ്രത്യേകത അവർ പറയുന്നുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ലാബാണ് കേരളമെന്ന് പറയുന്നുണ്ട്. അതായത് പരീക്ഷണശാല. കാരണം കേരളത്തിലാണ് മുന്നണി രാഷ്ട്രീയം ഇത്രയും ഒരു ഡെവലപ്ഡ് രീതിയിൽ ആദ്യം സക്സസ്ഫുൾ ആയിട്ട് ട്രൈ ചെയ്തത്. പക്ഷേ ആദ്യത്തെ ഇലക്ഷൻ സമയത്ത് എല്ലാ പാർട്ടികളും ഒറ്റയ്ക്കാണ് മത്സരിച്ചത്, മനസ്സിലായോ? എന്നാൽ മുന്നണിയായിട്ട് എന്ന് വെച്ചാൽ 2 പാർട്ടികൾ കൂടുമ്പോഴാണല്ലോ മുന്നണി. അങ്ങനെ ഒരു മുന്നണി ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗും PSP എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ഈ PSP എന്ന് പറഞ്ഞാൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. മാർത്ത ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. എൻ്റെ ചോദ്യം അതാണ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ആരാണ്? ഇച്ചിരി ഉറക്കെ പറ. പട്ടം താണുപിള്ളയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ടത്. അപ്പം PSPയും മുസ്ലിം ലീഗും കൂടെ ഒരുമിച്ച് മുന്നണിയായിട്ട് മത്സരിച്ച് ബാക്കി കോൺഗ്രസും ഒക്കെ വരച്ചു. ഇനി എൻ്റെ അടുത്ത ചോദ്യം, കോൺഗ്രസിന് ഇപ്പോഴത്തെ ചിഹ്നം എന്താണ്? കൈപ്പത്തി. കൈപ്പത്തി എന്നുള്ള സിമ്പൽ വന്നതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. അത് നമുക്ക് വഴിയെ ഇനിയുള്ള എപ്പിസോഡുകളിൽ എപ്പോഴേലും നമ്മൾ പറയാം. പക്ഷെ അന്നത്തെ ആദ്യത്തെ ഇലക്ഷന് വരുമ്പോൾ കോൺഗ്രസിൻ്റെ ചിഹ്നം എന്തായിരുന്നു? അറിയില്ല. അത് നുകം അറിയാമല്ലോ, മറ്റേ കലപ്പ. നുകം വെച്ച കാളയായിരുന്നു കോൺഗ്രസിന്റെ സിമ്പൽ. നുകം വെച്ച കാള. അതുപോലത്തെ അതായിരുന്നു, കാളയായിരുന്നു അന്നത്തെ ഇത്. ഇന്ന് നമ്മളെ ഭരിക്കുന്നത് LDF ആണ്. LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് CPIM ആണ്. CPIMന്റെ സിമ്പൽ എന്താ? അതെ, അരിവാൾ ചുറ്റിക നക്ഷത്രം. പക്ഷെ അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിമ്പൽ എന്ന് പറയുന്നത് അരിവാളും നെൽക്കതിരുമാണ്. ഇന്ന് ആ അരിവാളും നെൽക്കതിരും മറ്റൊരു പാർട്ടിയുടെ സിമ്പലാണ്. ഏത് പാർട്ടിയുടെ? CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI. അതായത് അനുജനായിട്ട് ഇപ്പം നിൽക്കുന്നത് CPI ആണ്. നമ്മൾ പൊതുവെ ജ്യേഷ്ഠൻ CPIM-ഉം ഇന്ന് അനുജൻ CPI-യുമാണ്. അതുപോലെ പക്ഷേ അന്ന് ഒറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളൂ. അതിന് പറഞ്ഞാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് 1964 അതിനുശേഷമാണ് CPIM-ഉം CPI എന്ന് പറഞ്ഞ 2 ഇടതുപക്ഷ പാർട്ടികൾ വന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇവരെല്ലാം ഒറ്റയ്ക്ക് മത്സരിച്ചു. അപ്പോൾ മത്സരിച്ച് കഴിഞ്ഞിട്ട് അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MN ഗോവിന്ദൻ നായരായിരുന്നു സെക്രട്ടറി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. പുള്ളി വളരെ തന്ത്രപരമായി എല്ലായിടത്തും ജാതിയൊക്കെ നോക്കി, ഓരോ മണ്ഡലങ്ങളിലെയും ജാതികളെ നോക്കി ഏത് ജാതിക്കാരാണ് കൂടുതൽ എന്നൊക്കെ ഒന്ന് പഠിച്ചിട്ടാണ് പുള്ളി സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അങ്ങനെ പൊതുവെ ആരും ജയിക്കില്ല എന്ന് കരുതിയെങ്കിലും എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസൾട്ടായിരുന്നു അന്ന് വന്നത്. അന്ന് ആ ഇലക്ഷൻ നടക്കുമ്പം ക്രൈസ്തവരൊക്കെ എതിരാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട, മാർത്തൻ ശ്രദ്ധിച്ചിരിക്കണം, കമ്മ്യൂണിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട സമുദായത്തിൻ്റെ നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം, മന്നത്ത് പത്മനാഭൻ ഇലക്ഷന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിച്ചിരുന്നു. എന്നാൽ രസകരമെന്ന് പറഞ്ഞാൽ പിന്നീട്
ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഈ മന്ത്രിസഭയുടെ പതനത്തിന് കാരണവും അതിന് മുന്നിൽ നിന്ന് നയിച്ചതും പന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരം. അതെ, ആ സമരം അതറിയാം, വിമോചന സമരമാണ് അത്. അപ്പം ഇങ്ങനെ നടന്നിട്ട് ഒടുക്കം എല്ലാം കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചു. 60 സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നു. കൂടെ 5 സ്വതന്ത്രരുടെ കൂടി അവർ 65 സീറ്റുമായി. അങ്ങനെ 65 സീറ്റുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വരുന്നു. അങ്ങനെ ലോക ചരിത്രത്തിൽ നമ്മൾ പൊതുവെ പറയുന്നത് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിലേതാണ്. അതിൻ്റെ ആ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ് എന്നും പറയുന്നു. പക്ഷേ അതിനകത്ത് ചില ലോക ചരിത്രത്തിൽ എന്നുള്ളതിൽ ചെറിയ തിരുത്തുണ്ട്. ഓക്കെ, അതിനകത്തെന്ന് പറഞ്ഞാൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഭരണത്തിൽ വരുന്നത് ഇന്ത്യൻ വംശജനായ ഡോക്ടർ ചെഡ്ഡി ജഗനാണ്. ചെഡ്ഡി ജഗൻ എന്ന് പറഞ്ഞത് പുള്ളി എവിടുത്തെ? പുള്ളി ഗയാന എന്ന് വെച്ചാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്തുള്ള ഗയാനയിലെ പ്രധാനമന്ത്രിയായിട്ട് വന്നത് ചെഡ്ഡി ജഗൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷെ അയാളൊരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് അയാൾ വന്നത്. എന്നാൽ ആദ്യമായി ഇപ്പം നിന്നോടുള്ള ചോദ്യം, അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ EMS അല്ല ആദ്യത്തെ. അപ്പോൾ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്ന രാജ്യം എവിടെയാണ് എന്നറിയാമോ? സാൻ മറീനോ ആണ് ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക്. സാൻ മറീനോ ഇറ്റലിക്കകത്തല്ലേ? ഈ സാൻ മറീനോ എന്ന് പറയുന്നത് കാർ റേസിംഗിലൊക്കെ വളരെ പ്രശസ്തമായ സാൻ മറീനോ ഗ്രാൻഡ് പ്രീ ഒക്കെ വളരെ പ്രശസ്തമായ ഗ്രാൻഡ് പ്രീകളാണ്. അപ്പം അങ്ങനെ സാൻ മറീനോയിലാണ്. സാൻ മറീനോ അപ്പം ഗയാനേക്കാളിന് മുന്നിൽ 1945 അവിടെ വന്നു. അവിടെ അത് പക്ഷെ വന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വന്നിരുന്നു. പക്ഷെ അതൊരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. അപ്പം ഒരു ഒറ്റയ്ക്ക് വന്നത് ഗയാനയിൽ. ഓക്കെ, അപ്പം എന്നാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ വേണമെങ്കിൽ ആദ്യമായി വന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നത് കേരളത്തിലാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യ സമരം, പുന്നപ്ര വയലാറ്, മലബാറിൽ നമുക്കറിയാം ഇഷ്ടത്തിന് കർഷക സമരങ്ങൾ നടന്നിരുന്നു. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല വേരോട്ടം ലഭിക്കുന്നതിന് കാരണമായതാണ്. അങ്ങനെയാണ് അവർ ഭരണത്തിൽ വരുന്നത്. പിന്നെ വന്ന ചോദ്യം ആര് മുഖ്യമന്ത്രിയാണോ എന്ന്. അപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, വാർത്തയുടെ അടുത്ത ചോദ്യമാണ്, പ്രധാനപ്പെട്ട നേതാവ് തെക്കൻ തിരുവിതാംകൂറിലാണ്. ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ്, നീ ശ്രദ്ധിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്, ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആരെയാണ്? MN ഗോവിന്ദൻ നായര. വീഡിയോ സ്പീഡിൽ പോകണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. MN ഗോവിന്ദൻ നായര. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി തെക്കൻ തിരുവിതാംകൂറുകാരനായതുകൊണ്ട് മുഖ്യമന്ത്രി ആകണമെന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അന്നത്തെ അവരുടെ ഏറ്റവും ശക്തനായ നേതാവെന്ന് കരുതപ്പെട്ടിരുന്നത് TV തോമസാണ്. TV തോമസിനെയാണ് മുഖ്യമന്ത്രിയാക്കുന്നത്. പക്ഷെ രണ്ടുപേരും തെക്കൻ തിരുവിതാംകൂറുകാരായതുകൊണ്ട് മുഖ്യമന്ത്രിയെ മലബാറിൽ നിന്ന് തീരുമാനിക്കുകയും അങ്ങനെ EMS മുഖ്യമന്ത്രിയാവുകയുമാണ് ചെയ്തത്. ഇനിയും TV തോമസ് പ്രധാനപ്പെട്ട നേതാവാണ്. TV തോമസിനെ മന്ത്രിസഭയിലാക്കണം. TV തോമസിനെ മന്ത്രിസഭയിലാക്കുമ്പോൾ അതിനും തർക്കമുണ്ടായി. വിവാഹ വാഗ്ദാനം നൽകി നമ്മുടെ KR ഗൗരിയമ്മയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് TV തോമസിനെ വാഗ്ദാനം നൽകി. പക്ഷേ കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് KR ഗൗരിയമ്മയെ വഞ്ചിച്ചു എന്നുള്ള വാദിച്ചുകൊണ്ട് ഒരു കൂട്ടർ പറഞ്ഞു പുള്ളി ആക്കരുതെന്ന് പറഞ്ഞു. ഒടുക്കം TV തോമസ് ഒടുവിൽ പറയുന്നു ഞാൻ ഗൗരിയമ്മയെ വിവാഹം കഴിക്കാം എന്ന് ഉറപ്പിന്മേൽ TV തോമസിനെ മന്ത്രിയാക്കുന്നു. അപ്പോൾ ഈ മന്ത്രിസഭയിൽ രസകരമായിട്ട് പറഞ്ഞാൽ 4 പേര് മന്ത്രി, 4 മന്ത്രിമാർ, ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രിസഭയിൽ 4 മന്ത്രിമാർ വിവാഹിതരായി. മന്ത്രിസഭ ഉണ്ടായതിന് ശേഷം ആ 4 പേരുടെ പേര് നിനക്കൊന്ന് പറയാൻ കഴിയുമോ? KR ഗൗരിയമ്മ, ഓക്കെ, TV തോമസ് അറിയില്ല. പിന്നെ KG ജോർജ് ആണ്. KC ജോർജ്. പിന്നെ ഉള്ളത് KC ജോർജ് ആണ്. അടുത്തത് KP ഗോപാലൻ. ഇങ്ങനെ 4 പേര് ഈ മന്ത്രിസഭയിലായി. അപ്പോൾ നിനക്കിപ്പോൾ അറിയാം ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ദമ്പതിമാരുണ്ട്. ആരൊക്കെ? TV തോമസും KR ഗൗരിയമ്മയും. പിന്നെ കേരളം നിയമസഭയിൽ ഇതുപോലെ മന്ത്രി ദമ്പതിമാരുണ്ടായിട്ടുണ്ട്. അതാരാണ്?
പറയാൻ പറ്റുമോ? അത് മന്ത്രി ദമ്പതിമാർ അതുണ്ടായിട്ടുണ്ട്. അതാരാണ്? സോറി, ഇനിയും മറ്റൊരു നിയമസഭയിൽ കേരളത്തിലെ ദമ്പതിമാരുണ്ടായിട്ടുണ്ട്. നിയമസഭയിൽ ദമ്പതിമാരുണ്ട്. അത് രണ്ടാമത്തെ നിയമസഭയിലാണ്. പേര് പറയാൻ പറ്റുമോ? അത് KA ദാമോദര മേനോനും ലീല ദാമോദര മേനോനുമാ. അവര് KA ദാമോദര മേനോനും ലീല ദാമോദര മേനോനും അവരായിരുന്നു അടുത്ത മന്ത്രിസഭയിൽ. മന്ത്രിസഭയല്ല, നിയമസഭയിൽ അവരായിരുന്നു അടുത്ത നിയമസഭയിൽ ഉണ്ടായിരുന്ന ദമ്പതിമാർ. അപ്പം അങ്ങനെ സംഭവിച്ചിട്ട് അപ്പൊ ഈ സർക്കാർ വരികയാണ്. റേബയോട് അങ്ങോട്ട് കയറിയിരിക്കും. അപ്പോഴേ ഈ ഇലക്ഷന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വരുമ്പോഴേ ഈ ഇലക്ഷന് മുമ്പ് വളരെ പ്രശസ്തമായ 1-2 മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കൊയ്യും വയലെല്ലാം, അറിയാമോ ബാക്കി? നേരത്തേക്ക് അറിയാമോ? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം, വളരെ പ്രശസ്തമായ ഒരു മുദ്രാവാക്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ മറ്റൊരു മുദ്രാവാക്യമാണ് തമ്പ്രാനെന്ന് വിളിക്കൂല പാളയിൽ കഞ്ഞി കുടിക്കൂല. അതായത് പണ്ട് നിന്നിരുന്ന ജാതിയും ദുരാചാരങ്ങളൊക്കെ നിലനിന്നിരുന്ന കാലത്തുള്ളതാണ്. തമ്പ്രാനെന്ന് വിളിക്കൂല പാളയിൽ കഞ്ഞി കുടിക്കൂല എന്ന് ഉള്ള മുദ്രാവാക്യം. അപ്പോൾ ഇതൊക്കെ, ഈ മുദ്രാവാക്യങ്ങളൊക്കെ ആവേശം കൊണ്ടിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വരുന്നത്. ഇവർ ഭരണത്തിൽ വന്നിട്ട് ഇവർ പ്രധാനപ്പെട്ടതായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതിൽ പ്രധാനപ്പെട്ടത് ഒന്നെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ ബില്ലാണ്. റേവ എന്തായാലും വന്നിരിക്കുന്നതല്ലേ, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, കേരള നിയമസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? അറിയത്തില്ല. ഇനിയും വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ഒരു ആത്മകഥ എന്ന് പറഞ്ഞാൽ ഇലകൊഴിഞ്ഞ പൂക്കം, അങ്ങനെ എന്തൊരു സാധനമാണ്. ഓക്കെ, ഇലകൊഴിഞ്ഞ കാലോ അങ്ങനെ എന്തോ ആണ്. ശരി, അങ്ങനെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പുള്ളിയുടെ പേര് റേബയ്ക്ക് അറിയത്തില്ല. ഇനി പുള്ളിയുടെ പേര് പറയാം. മാർത്തയ്ക്ക് അറിയാമോ? പറയൂ. ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയാ. അങ്ങനെ പുള്ളി ഒരു വിദ്യാഭ്യാസ ബില്ല് കൊണ്ടിരുന്നു. ഈ വിദ്യാഭ്യാസ ബില്ല് വന്നപ്പം എന്തോ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യമാക്കണമെന്നത് ഒന്ന്. രണ്ടാമത്തേതാണ് കൂടുതൽ പ്രശ്നമാക്കിയത്. എന്താണ് രണ്ടാമത്തേത്? മാർത്തയ്ക്ക് അറിയാമോ? പണ്ട് ഞാൻ മാർത്തയോട് ആരാധനാലയങ്ങൾക്ക് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ എല്ലാം സർക്കാർ അധ്യാപകരെ നിയമിക്കും എന്നുള്ളത്. അത് തന്നെ. ആരാധനാലയം എന്നുള്ളതല്ല, സ്വകാര്യ സ്കൂൾ അധ്യാപകരുടെ നിയമനം. അതായത് മാനേജ്മെൻറ്റുകൾക്ക് കീഴിൽ വരുന്ന സ്വകാര്യ സ്കൂളുകളിൽ അധ്യാപകരുടെ നിയമനം PSC വഴി ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റും? സ്വകാര്യ മാനേജ്മെൻറ്റുകാർക്ക് അവർ അധ്യാപകരെ എന്താ പറയുന്നത്, ഫീസ് മേടിച്ചിട്ട്, ഫീസല്ല പണം മേടിച്ചിട്ടാണ് നിയമിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് പോകും. അപ്പോൾ അവരെ ശക്തമായി എതിർത്തു. അങ്ങനെ ആ വിദ്യാഭ്യാസ ബില്ലിനെതിരെ ക്രൈസ്തവ സഭ ശക്തമായി എതിർത്തു. അതിന്റെ കൂട്ടത്തിൽ മന്നത്ത് പത്മനാഭനുണ്ട്. ഇതിന്റെ പുറകിന് കൊണ്ടുവന്നതാണ് ഭൂപരിഷ്കരണ ബില്ല്. ഭൂപരിഷ്കരണ ബില്ല് വന്നപ്പോഴേ എന്ത് പറ്റി? കൃഷിഭൂമി കർഷകന് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നത്. ഭൂപരിഷ്കരണ ബില്ല് വന്നതോടെ ഒരുപാട് ഭൂമിക്ക് കൈവശമുള്ള നായർ സമുദായം എതിർത്തു. അങ്ങനെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മന്നത്ത് പത്മനാഭൻ ഈ സർക്കാരിനെതിരെ തിരിഞ്ഞു. അങ്ങനെ പുള്ളിയുടെ നേതൃത്വത്തിൽ ഫാദർ വടക്കൻ എന്നിവരൊക്കെ ചേർന്ന് വിമോചന സമരം നടത്തുകയായിരുന്നു. മന്നത്ത് പത്മനാഭന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ പുള്ളി പറഞ്ഞ കുറച്ച് വാചകങ്ങളൊക്കെ ഉണ്ട്. പുള്ളി പറയുന്ന കേരളത്തിലെ നായർ സ്ത്രീകളോട് കമ്മ്യൂണിസ്റ്റ് ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കണമെന്ന് പുള്ളി പറഞ്ഞു. ഓക്കെ. രണ്ടാമത്തേത്, വിഷം കഴിച്ച് മരിക്കുന്നവരോടുള്ള സഹതാപമേ മന്നത്തിന് കമ്മ്യൂണിസ്റ്റുകാരോടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, വിഷം കഴിച്ച് മരിക്കുന്നവരുള്ളത്. പിന്നെ പുള്ളി പറഞ്ഞ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ വളരെ റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു വാചകം, ജനിച്ച ചോമനും നശിച്ച നായരും പിഴച്ച മുസ്ലിമുമാണ് കമ്മ്യൂണിസ്റ്റ് ആകുന്നത്. ഇങ്ങനെയുള്ള 3 സാധനങ്ങളാണ് ഇങ്ങനത്തെ കുറച്ച് വിവാദ പ്രസ്താവനകൾ. ജനിച്ച ചോമൻ, അതെ, ജനിച്ച ചോമനൊക്കെ. സ്ത്രീധന ബില്ലിനോടൊപ്പം അല്ല, ഞാൻ പറഞ്ഞു, സോറി,
വിദ്യാഭ്യാസ ബില്ലിനോടൊപ്പം വേറെ ഒന്ന് രണ്ട് ബില്ലുകളൂടെ ഇവർ പാസ്സാക്കി. അതെല്ലാം ഈ ക്രൈസ്തവ സഭയെ ആകെ പ്രകോപിതരാക്കി. ഒന്ന് സ്ത്രീധന നിരോധന ബില്ല്, പിന്നെ പാഠപുസ്തകങ്ങളിൽ കമ്മ്യൂണിസം കുത്തിക്കയറ്റുന്നു. അത് എല്ലാ കാലത്തും അറിയാമല്ലോ. ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ആരോപണമുണ്ട്. കേന്ദ്ര സർക്കാർ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കയറ്റുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം പാഠപുസ്തകങ്ങളിലൂടെ കമ്മ്യൂണിസം കുത്തിക്കയറ്റുന്നു ചെയ്യുന്നുള്ള എല്ലാ കാലത്തും ഉള്ള ഒരു ആരോപണമാണ്. ഇത്തരത്തിലുള്ള പല സർക്കാർ നയങ്ങളും ക്രൈസ്തവ സഭയെ സർക്കാരിനെ എതിർക്കാൻ കാരണമായി. ഓക്കെ, അതുകൂടെ ഇതിൻ്റെ കൂടെ വേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഭൂപരിഷ്കരണ ബില്ല്, വിദ്യാഭ്യാസ ബില്ല് ഒക്കെ ഞാൻ പറഞ്ഞു. അതിനുശേഷം ഈ മന്ത്രിസഭ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് മന്ത്രിസഭ വന്നാലും ഒരു അഴിമതി ആരോപണങ്ങൾ എന്നും ഉണ്ടാവാം. അന്ന് അങ്ങനെ കേരള നിയമസഭാ ചരിത്രത്തിലെ ആദ്യത്തെ അഴിമതി ആരോപണം കൂടി ഉണ്ടായി. സ്വാഭാവികമായിട്ടും അഴിമതി ആരോപണം വരുമ്പോൾ നമുക്കറിയാം പൊതുവെ പ്രതിപക്ഷ നേതാവായിരിക്കും അത് ഉന്നയിക്കുക, നേതൃത്വം കൊടുക്കുക. അപ്പം എൻ്റെ ചോദ്യം, രണ്ട് പേരിൽ ആരാണെന്ന് അറിയാവുന്ന ആദ്യത്തെ ആൾ പറയാം. ആരായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ്? കൈപൊക്കുക. റേബയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ പേരായിട്ട് ബന്ധമില്ല. പറയൂ. നമ്മുടെ പേരായിട്ട് ബന്ധമുണ്ട്. ചാക്കോ. ചാക്കോ. എന്ത് ചാക്കോ? ഇനിഷ്യൽ ഇമ്പോർട്ടന്റ്. പി.ടി. ചാക്കോ. പി.ടി. ചാക്കോ ആയിരുന്നു അന്നത്തെ. പുള്ളി എന്തിനായിരുന്നു? ആന്ധ്രയിൽ നിന്നും അന്ന് അരി ഇറക്കുമതി ചെയ്യുക. അതായത് കേരളത്തിന് അന്ന് അരി ഉൽപ്പാദനം ഇല്ല. എനിക്ക് തോന്നുന്നു ഹരിത വിപ്ലവം നടക്കാത്തതുകൊണ്ടാണോ? ഹരിത വിപ്ലവം പക്ഷേ ഗോതമ്പിന് വേണ്ടിയായിരുന്നു. അരിയുണ്ട്, പക്ഷേ എന്തായാലും ആന്ധ്രയിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്തു. കേരളത്തിൽ അന്ന് അരിയുടെ ക്ഷാമമുണ്ട്. അതിലായിരുന്നു ഈ അഴിമതി ആരോപണം. അതിലെന്തോ അഴിമതി കാണിച്ചെന്നായിരുന്നു പി.ടി. ചാക്കോ പറഞ്ഞത്. ഒടുവിൽ ഇതെല്ലാം കൂടി പ്രക്ഷോഭങ്ങൾ തുടങ്ങി. അപ്പം നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ പേര് പറഞ്ഞു, എം.എൻ. ഗോവിന്ദൻ നായർ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ പാർട്ടി ആരായിരിക്കും? പാർട്ടി നേതാവിന് പറയുന്നതാണ് KPCC പ്രസിഡന്റ് ആരായിരുന്നു? ആർ ശങ്കറായിരുന്നു. ആർ ശങ്കറും അപ്പം പ്രതിപക്ഷ നേതാവ് പി.ടി. ചാക്കോയും ഇവർ രണ്ടുകൂടെ ചേർന്ന് രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടത്തി സർക്കാരിനെതിരെ പ്രക്ഷോഭം തുടങ്ങി. അങ്ങനെ പ്രക്ഷോഭം നടന്നിടത്ത് 1-2 സ്ഥലങ്ങളിൽ വരന്തരപ്പള്ളി, ചന്ദനത്തോപ്പ്, മൂന്നാർ എന്നിവിടങ്ങളിൽ പോലീസ് വെടിവെപ്പുണ്ടായി. EMS മന്ത്രിസഭയിലെ ആഭ്യന്തര മന്ത്രിയുടെ കൂടി ചുമതലയുണ്ടായിരുന്ന EMS എന്ത് ചെയ്തു? ഒടുക്കം ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞ് പുള്ളിക്ക് പറ്റത്തില്ലെന്നും പറഞ്ഞ് പുള്ളി ആരെ എടുത്തു? നിയമമന്ത്രിയായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർക്ക് കൊടുത്തു. പിന്നീട് അത് അച്യുതമേനോന് കൈമാറി. അങ്ങനെയൊക്കെ പോയി. അച്യുതമേനോൻ പിന്നീട് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. അങ്ങനെ 1959 ജൂണിൽ വിമോചന സമരം നടക്കുന്നു. വിമോചന സമരം നടന്ന് പ്രതിഷേധക്കാർ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു. ആ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് അടിമാലിയിലാണ്. അടിമാലിയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവിടെ വെച്ച് വെടിവെപ്പുണ്ടാകുന്നു. വെടിവെപ്പിൽ 7 പേര് മരിക്കുന്നു. ഓക്കെ, അങ്ങനെ ആ വെടിവെപ്പിൻ്റെ കൊല്ലപ്പെട്ടവരുടെ കല്ലറയിൽ നിന്നും ഒരു ദീപശിഖ മാർച്ച് നടക്കുന്നു. അതിനെയാണ് ശരിക്കും വിമോചന സമരമെന്ന് പറയുന്നതെന്നാണ് എനിക്കറിയാവുന്നത്. ആ വിമോചന സമരത്തിൻ്റെ നേതൃത്വം കൊടുത്തത് നമുക്കറിയാം, മന്നത്ത് പത്മനാഭനാണ്. ക്രൈസ്തവ സഭ എന്നുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പേര് ജോസഫ് വടക്കൻ്റെ ആത്മകഥ മാർത്തയ്ക്കറിയാമോ? അയ്യോ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാ. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ. ഓക്കെ, എന്നാ റേബ ഇനിയിപ്പം ഓർത്ത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ റേബയ്ക്ക് പറയാമോ? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ഞാൻ കണ്ടുപിടിച്ചത് കൊഴിഞ്ഞ ഇലകളാണ്. കൊഴിഞ്ഞ ഇലകൾ. വടക്കൻ്റെ തോമസ് നമ്മുടെ ഫാദർ വടക്കൻ്റെ ആത്മകഥ അറിയാമോ? ജോസഫ് വടക്കൻ്റെ ആത്മകഥ എനിക്ക് ആദ്യം കത്തിയിരുന്നുണ്ട്. ഇപ്പം അമ്മ വന്ന് എൻ്റെ ചെവി വന്ന് പറഞ്ഞു തന്നു. കുതിപ്പും കിതപ്പും. ശരിയാ, എൻ്റെ കുതിപ്പും കിതപ്പും. മുണ്ടശ്ശേരിയുടേത് ഇല കൊഴിഞ്ഞ ഇലകൾ. സോറി കൊഴിഞ്ഞ ഇലകൾ. നിൻ്റേത് എൻ്റെ ഫാദർ വടക്കൻ്റേത് എൻ്റെ കുതിപ്പും കിതപ്പും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ട് വിമോചന സമരം നടക്കുന്നു. അങ്ങനെ നമ്മുടെ ചെറിയ തുറയിൽ, അതായത് ചെറിയ തുറ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ്, ചെറിയ തുറയിൽ ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നു. അവിടെ വളരെ പ്രശസ്തമായ ഒരു സംഭവം നടക്കുന്നു. ഗർഭിണിയായ ഫ്ലോറി എന്ന സ്ത്രീ
അടക്കം 2 പേര് കൊല്ലപ്പെടുന്നു. ഈ സംഭവം വലിയ വിവാദമായി. അത് കേരള ചരിത്രത്തിൽ തന്നെ വളരെ പ്രശസ്തമായ 1-2 ഒരു വരിയിലേക്ക് തന്നെ നയിച്ചു. 1-2 വരികൾ അത് കാരണം വളരെ പ്രശസ്തമായി. അപ്പം എന്തോ സംബന്ധിച്ചാൽ ഫ്ലോറിയുടെ ശവമടക്കിന് 7-ാം ദിവസം അവിടെ കൂടിയ ഒരു അനുശോചന യോഗത്തിൽ 5 വയസ്സുള്ള റീത്ത എന്ന പെൺകുട്ടി സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടി. ആ വരികൾ കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന വരികളായിരുന്നു. അത് വരികൾ പറയാം. ആ വരികൾ കേട്ടിട്ട് റേബയോ മാർത്തയോ, ആദ്യം റേബയ്ക്ക് ഞാൻ അവസരം നൽകുക, റേബ അത് കറക്റ്റായിട്ട് പറയണം. കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന വരികളായിരുന്നു. ഇത് നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ എനിക്ക് വെച്ച് പാടിത്തരാം, നീ എൻ്റെ ബാക്കിയുള്ളത് പാടിയാൽ മതി. ഓരോ വരി അങ്ങോട്ട് തുടങ്ങിത്തരാം. തെക്കൊരു ദേശത്ത് തിരമാലകളുടെ തീരത്ത് ഭർത്താവില്ല നേരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണി വെടിവെച്ചിട്ടു സർക്കാരെ ഞങ്ങളുടെ ചങ്കിലെ ചോരയ്ക്ക് നിങ്ങളുടെ കൊടിയുടെ നിറമാണെങ്കിൽ ആ ചോരയാണ് കട്ടായം പകരം ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾക്ക് ഇതേ ഈണത്തില് വരികൾ വെച്ചിട്ട് ഞാൻ ഗൈഡ്സിലായിരുന്നപ്പോൾ എനിക്കൊരു പാട്ടുണ്ടായിരുന്നു. തെക്കൊരു ദേശത്ത് BP എന്നൊരു മണിമുത്ത് തുടങ്ങിയതൊരു പ്രസ്ഥാനം, ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ പ്രസ്ഥാനം. BP എന്ന് പറയുന്നത് നമ്മുടെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് കണ്ടുപിടിച്ച അറിയാമോ? ആരാ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്? ബേഡൻ പവൽ. ഓക്കെ, സ്കൗട്ട് പ്രസ്ഥാനം കണ്ടുപിടിച്ചതാണ്. ഓക്കെ, സ്കൗട്ട് പ്രസ്ഥാനം. അതെ. അങ്ങനെ കേരളത്തിൽ ക്രമസമാധാനം തകർന്നു, കേരളത്തിൽ ഭരണസ്തംഭനം എന്നൊക്കെ പറഞ്ഞ് നെഹ്റുവിന് ലെറ്ററുകൾ ഇവിടെ അങ്ങോട്ട്, എഴുത്തുകൾ ഇവിടെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഒടുക്കം നെഹ്റു പ്രധാനമന്ത്രിയാണ്. നെഹ്റു കേരളത്തിലേക്ക് വരുന്നു. നെഹ്റു EMSുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഒരു 3-4 നിർദ്ദേശങ്ങൾ വെക്കുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്ഥാപനത്തിലെ അധ്യാപകരുടെ നിയമനം PSCക്ക് വിടരുത്, അതൊരു പ്രശ്നമാണല്ലോ. പിന്നെ പോലീസ് വെടിവെപ്പുകളെ കുറിച്ച് അന്വേഷിക്കണം, സർക്കാരിനെതിരായുള്ള കുറ്റങ്ങൾ അന്വേഷിക്കണം, അതായത് സർക്കാരിനെതിരെ ആരോപണങ്ങൾ പലതുമുണ്ട്, അതും അന്വേഷിക്കണം. അക്കാലത്തെ മാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ മുതലാളിമാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സർക്കാരിനെതിരെ നിരന്തരം വാർത്തകൾ സൃഷ്ടിച്ചു. അങ്ങനെ ആകെ പ്രശ്നമായി. അങ്ങനെ 1959 ജൂലൈ 31 വൈകിട്ട് EMS മന്ത്രിസഭയെ പ്രധാനമന്ത്രി ഭരണഘടനയുടെ 356-ാം വകുപ്പ് ഉപയോഗിച്ച് ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് പിരിച്ചുവിട്ടു. അന്നത്തെ AICC പ്രസിഡന്റ്, അതായത് KPCC പ്രസിഡന്റ് ആർശങ്കർ, AICC പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ആരാണ്? ഓൾ ഇന്ത്യയിൽ ആരാണ്? നെഹ്റുവിൻ്റെ മോള ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി നീക്കങ്ങളാണ് ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണം എന്ന് പറയുന്നു. കാരണം ജവഹർലാൽ നെഹ്റുവിന് അത്രയും താല്പര്യമില്ലായിരുന്നു എന്നുള്ളൊരു ഒരു കഥ കൂടെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അങ്ങനെ കേവലം 2 വർഷവും 3 മാസവും 26 ദിവസവും മാത്രമായിരുന്ന കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലം പതിച്ചു. ഇതിൻ്റെ പുറകിൽ വിമോചന സമരത്തിലെ ഏടുകളിലെ അമേരിക്കൻ ചാരസംഘടനയായ CIA വരെ പങ്കുണ്ടെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതായത് അവര് ഇടപെട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കിയത്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അന്ന് കോൾഡ് വാർ ഭയങ്കര ശക്തമായി നടക്കുകയാണ് റഷ്യയെ. അപ്പം മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അവരിറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കാൻ CIA ഇടപെടൽ നടത്തിയെന്നും പ്രധാനമായും വിമോചന സമരത്തിൽ ഇടപെട്ടു എന്നും 70കളിൽ ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതിയായിരുന്ന ഡാനിയൽ പാട്രിക് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ പിന്നീട് ജൂലൈ 31 മുതൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കേരളം രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിലാവുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1960-ലാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത അധ്യായത്തിൽ പറയാം.